2019 മാർച്ച് 28-ന് ലൂസിഫർ റിലീസ് ചെയ്തു. 2025 മാർച്ച് 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യുന്നു. മാർച്ച് 20-ന് ഉച്ചയ്ക്ക് 1:08-ന് പുറത്തിറക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്ന എമ്പുരാന്റെ ട്രെയിലർ രാത്രിയോടെ പുറത്തിറക്കേണ്ടി വന്നു. 4 മിനിറ്റ് ബ്രില്യൻ്റായി ഒരുക്കിയിരിക്കുന്ന ഈ ട്രെയിലറിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളിലൂടെ നമുക്കൊന്ന് പോയി വരാം. ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും ശ്രീഗോകുലം മൂവീസിന്റെയും പേരുകൾ ട്രെയിലറിന്റെ ആദ്യം തന്നെ കാണാം. 2024-ലെ PKRന്റെ 5ാം ചരമവാർഷിക ദിനത്തിൽ ടൊവിനോ തോമസ് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നതാണ് ഈ രംഗം. PKR സ്മൃതി ദിനം 2024 എന്ന് പിന്നിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമായി കാണാം. അഖണ്ഡ ശക്തി മോർച്ച എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ രാഷ്ട്രീയ തട്ടകത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നതായി ട്രെയിലറിൽ കാണുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിന്റെ പാർട്ടിയുടെ പേരാണ് അഖണ്ഡ ശക്തി മോർച്ച, ASM. ടർക്കി, UK, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന, ഫ്രാൻസ് തുടങ്ങി 7ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ രാജാവാണ് എമ്പുരാൻ എന്ന് ഈ ചിത്രത്തിലെ ട്രെയിലറിൽ കാണാം. ടെലിപ്രോംപ്റ്ററിൽ ASM തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുധർമ്മൻ എന്ന് വായിക്കാം. ഇത് സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടറാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ലണ്ടനിൽ ഷൂട്ട് ചെയ്ത രംഗങ്ങളിൽ ITV ന്യൂസ് പോലുള്ള ലണ്ടൻ ബേസ്ഡ് ചാനലുകളുടെ DSNG വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. IUFന്റെ സിംഹാസനത്തിലേക്ക് പ്രിയദർശിനിക്ക് സ്വാഗതം എന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ട്രെയിലറിൽ കാണുന്നുണ്ട്. ടൊവിനോയുടെ ക്യാരക്ടറിനെ പുറത്താക്കിയതിനു ശേഷം പ്രിയദർശിനിക്ക് ആ സിംഹാസനത്തിലേക്ക് സ്വാഗതം അരുളുന്ന ഒരു ഫ്ലെക്സ് ബോർഡായിട്ടാണ് ഈ രംഗം കാണുന്നത്. ലൂസിഫറിൽ വിവേക് ഒബ്രോയ്ക്ക് ശബ്ദം നൽകിയത് നടൻ വിനീതായിരുന്നു. എമ്പുരാന്റെ ട്രെയിലറിലും പലയിടങ്ങളിലും വിനീതിന്റെ ശബ്ദം കേൾക്കാം. എന്നാൽ വിവേക് ഒബ്രോയ് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആർക്കും ഈ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അതുപോലെ വില്ലനെയും ആളുകൾക്ക് മനസ്സിലാകാത്ത തരത്തിൽ ട്രെയിലർ ഒരുക്കിയെടുത്ത മുരളി ഗോപി പൃഥ്വിരാജ് ടീമിന്റെ മാസ്റ്റർ ബ്രില്യൻസിനെ പ്രത്യേകം കാണാതെ പോകാനാവില്ല. ലൂസിഫറിൽ ശബ്ദം കൊണ്ട് മാത്രം പങ്കാളിയായ മണിക്കുട്ടന് വളരെ നല്ല ഒരു ക്യാരക്ടർ തന്നെ എമ്പുരാനിൽ നൽകിയിരിക്കുന്നു പൃഥ്വിരാജും മുരളി ഗോപിയും ചേർന്ന്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി പ്രദർശനത്തിനെത്തുന്ന എമ്പുരാന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ സിനിമാ പ്രേക്ഷകരൊന്നാകെ.